നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് സൺഡേ ട്രിവാൻഡ്രം ഹെറിറ്റേജ് റൺ I-10 റണ്ണേഴ്സ് ക്ലബ്ബ് നടത്തിയ ട്രിവാൻഡ്രം ഹെറിറ്റേജ് റണ്ണിനെ ആങ്കർ ചെയ്യാൻ പോയിരിക്കുമായിരുന്നു. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിക്കകത്തൂടെ ഒരു 10 കിലോമീറ്റർ റണ്ണാണ്. അതും ചരിത്രപ്രസിദ്ധമായ 12ഓളം പോയിൻറ്റ്സ്, ഹെറിറ്റേജ് പോയിൻറ്റ്സിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഓട്ടം പോകുന്നത്. അതിനകത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റും ലോക് ഭവനും കനകക്കുന്ന് പാലസും കവടിയാർ പാലസും നേപ്പിയർ മ്യൂസിയം, അതുപോലെ തന്നെ ആയുർവേദ കോളേജും അങ്ങനെ പല പ്രധാനപ്പെട്ട സംഭവങ്ങളും വരും. അതുകൊണ്ടാണ് ഇതൊരു ഹെറിറ്റേജ് റൺ എന്ന പേരിൽ ഇവർ ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി വീഡിയോയിൽ കാണാം. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ റണ്ണ് കടന്നു പോകുന്ന റൂട്ട് 10 കിലോമീറ്റർ. അതുപോലെ തന്നെ രാവിലെ 4:30 ആയപ്പോൾ ഞാൻ സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ നമ്മുടെ ക്ലബിൻ്റെ ആൾക്കാരും വോളണ്ടിയേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിനുള്ളിൽ ഒരു ഇവൻ്റ് ആങ്കർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എത്തുന്നത്. ഇവരുടെ ഇവൻ്റ് നടക്കുന്നത് തന്നെ ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും ഇവൻ്റ് തുടങ്ങാനായിട്ട് ഏകദേശം സമയമാകുന്നു. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു, പക്ഷേ കൃത്യസമയപ്പോൾ മഴ മാറി 5 മണിയായപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി. ഒരിക്കൽ കൂടി നമ്മളെ കാത്തിരുന്ന നിമിഷം എത്തിച്ചേരുന്ന റൂട്ടിൽ നിങ്ങൾ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് പറഞ്ഞുതരാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാം. ഹൈഡ്രേഷൻ പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തിരിച്ചു വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി കൂടി നിൽക്കുന്ന എല്ലാ ഓട്ടക്കാരെയും ഈ സ്റ്റേജിന് മുമ്പിലേക്ക് വിളിക്കുന്നു. കുറച്ചും കൂടെ അടുത്തോട്ട് പോരും. എന്നോടെന്തോ പിണങ്ങി നിൽക്കുന്നതാണോ എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും പിണക്കമുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് അടുത്തോട്ട് വരിക. നമുക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിക്കാം. ഒരിക്കൽ കൂടി I-10 റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മുത്തൂറ്റ് ഫിൻകോർ ട്രിവാൻഡ്രം ഹെറിറ്റേജ് റണ്ണിലേക്ക് വന്നെത്തിയിരിക്കുന്ന എല്ലാ കായിക താരങ്ങളെയും നമ്മുടെ ഈ സ്റ്റേജിന്റെ മുൻപിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി ഏകദേശം 1000-ന് പുറത്ത് ഓട്ടക്കാരാണ് ഈ ഫസ്റ്റ് എഡിഷനിൽ തന്നെ ഓടാനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ 1000 പേരെ ഓടിക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് തുടങ്ങി വെച്ചതെങ്കിലും നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ടാർഗറ്റിന് അപ്പുറത്തേക്ക് കടന്നു പോയത് സെക്രട്ടേറിയറ്റ് ആണ് അല്ലെ. ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റും. അങ്ങനെ പ്രധാനപ്പെട്ട 12 ലാൻഡ്മാർക്സ് ഈ റണ്ണിംഗ് റൂട്ടിലുണ്ട്. ആ ലാൻഡ്മാർക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതിനോടൊപ്പം നമ്മുടെ റണ്ണിംഗ് റൂട്ടിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന 5 മിനിറ്റോളം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ആ 12 പോയിന്റുകളെ പരിചയപ്പെടാം. ഈ 12 പോയിന്റ് പരിചയപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. അതിനുശേഷം ഞാൻ റണ്ണിംഗ് റൂട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ റൂട്ടിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം എത്തും. അപ്പൊ ആദ്യമായിട്ട് LMS ചർച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഈ പോയിന്റിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള LMS ചർച്ചാണ്. നിങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് റണ്ണ് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് വന്ന് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചർച്ച കാണാൻ പറ്റും. LMS എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്നാണ്. ഒരു CSI ചർച്ചാണ്. പക്ഷേ CSI സഭ രൂപീകൃതമാവുന്നതിന് മുമ്പേ നിർമ്മിച്ചിട്ടുള്ള ഒരു ചർച്ചാണ്. മണ്ടീർ മെമ്മോറിയൽ ചർച്ച് എന്നാണ്, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഇത് അറിയപ്പെടുന്നത്. റവറൻ സാമുവൽ മണ്ടീർ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ പേരിലാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഒരു പോയിന്റ് മാത്രം ഒരു ഹെറിറ്റേജ് പോയിന്റിനെ കുറിച്ച് പറയത്തുള്ളൂ. കാരണം 12 സ്ഥലങ്ങളെ കുറിച്ച് പറയാനുണ്ട്. കൂടുതൽ സമയം എടുത്താൽ നീണ്ടുപോകും. അപ്പൊ എന്തുകൊണ്ട് 1906 സ്ഥാപിതമായിട്ടുള്ള ചരിത്രപരമായി വളരെ പ്രത്യേകതയുള്ള ചർച്ചാണ്. അതാണ് നമ്മുടെ ഹെറിറ്റേജ് പോയിന്റ് കുറച്ച് സ്ഥാപിതമായത്. വീണ്ടും പൊളിച്ചു പണിതത് 1874 ഈ മ്യൂസിയത്തിൽ ചരിത്ര പ്രധാനമായിട്ടുള്ള പല രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്നും ബ്രീഫായിട്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. കനകക്കുന്ന് പാലസാണ്. നമ്മുടെ കേരളത്തിന്റെ ദിവാൻ പേഷ്കാർ ആയിരുന്ന സർ CP-യുടെ ഔദ്യോഗിക വസതിയായിരുന്നു നമ്മുടെ ഈ കനകക്കുന്ന് പാലസ് എന്ന് പറയുന്നത്. ഇതിപ്പോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. അവരവിടെ വിവിധ തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളൊക്കെ, പരിപാടികളൊക്കെ നടത്തുന്ന ഒരു ടൂറിസം ഹബ്ബായിട്ട് ഒത്തിരി സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമായിട്ടും നമ്മുടെ ഈ കനകക്കുന്ന് പാലസ് മാറിക്കഴിഞ്ഞു. ഹെക്ടറിലായിട്ട് കിടക്കുന്ന ഒരു ക്യാമ്പസ് ആണ് അതിനുള്ളത്. അതിനുശേഷം നമ്മൾ 5ാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. കവടിയാർ പാലസ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ രാജകുടുംബം, അല്ലെങ്കിൽ കേരളം മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന രാജകുടുംബം, തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കവടിയാർ പാലസ്. ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ട്രാവൻകൂർ റോയൽ ഫാമിലി എന്നാണ് പറയുന്നത്. അതിനുശേഷം വരുന്നത് സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചാണ്. 1873 സ്ഥാപിതമായിട്ടുള്ള ഈ ചർച്ച് നമ്മുടെ 6ാമത്തെ ലാൻഡ്മാർക്കാണ്. ഈ ലാൻഡ്മാർക്കിന്റെ പ്രത്യേകത ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സെൻട്രൽ ലാൻഡ്മാർക്ക് എന്ന് നമുക്ക് വേണേൽ പറയാൻ പറ്റും. 1873 സ്ഥാപിതമായി. അതിനുശേഷം പാളയം ജുമാ മസ്ജിദാണ്. നിങ്ങൾക്ക് ഇപ്പൊ ജുമാ കേൾക്കാൻ പറ്റി. ആ മസ്ജിദിൽ നിന്നാണ് നിങ്ങൾ കേട്ടത്. ഇതിനെ മസ്ജിദ് ജഹാൻ നിമ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അർത്ഥം, ജഹാൻ നിമ എന്ന് പറഞ്ഞാൽ അർത്ഥം ലോകത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ്. ലോകത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ്. വളരെയധികം പ്രത്യേകതകളുള്ള, നിർമ്മാണത്തിലൊക്കെ പ്രത്യേകതയുള്ള സ്ഥലമാണ്.
കേരളത്തിലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസ്ജിദായിട്ട് കണക്കാക്കി പോരുന്നു. അതുപോലെ തന്നെ ശ്രീ ശക്തി വിനായക ടെമ്പിൾ, ഈ 3 ഒരു ചർച്ചുണ്ട്, സെന്റ് ജോസഫ് കത്തീഡ്രലുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്ന 10ാമത്തെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആയുർവേദ കോളേജും സംസ്കൃത് കോളേജുമാണ്. 1889 സ്ഥാപിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിനുശേഷം വരുന്നത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്ന ചന്ദ്രശേഖർ നായരുടെ പേരിലാണ് ഈ സ്റ്റേഡിയം അറിയപ്പെടുന്നത്. 2015 നാഷണൽ ഗെയിംസ് ഉൾപ്പെടെ ഇവിടെ നടന്നിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ ഇൻസ്ട്രക്ടേഴ്സ് സിൻ സുനിൽ ആൻഡ് സിൻ രേഷ്മ നല്ലൊരു കൈ കൊടുക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഗുഡ് മോർണിംഗ് ട്രിവാൻഡ്രം. Are you ready for this warm-up session? സാധാരണ ഇവൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ I-10 റണ്ണേഴ്സ് ക്ലബ്ബാണല്ലോ ഇത് സംഘടിപ്പിക്കുന്നത്. അവരുടെ ഗ്രൂപ്പിലുള്ള 2 ഓട്ടക്കാർ തന്നെയാണ് സുംബ കോർഡിനേറ്റ് ചെയ്ത് സുംബ പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ റണ്ണേഴ്സിന് വേണ്ടുന്ന സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളായിരുന്നു അവർ കൂടുതലും ചെയ്തിട്ടുള്ളായിരുന്നു വാമപ്പിന് വേണ്ടിയിട്ട് വരുന്നത്. അതുപോലെ തന്നെ പൊതുവേ സുംബ 10, 15 ചിലയിടത്ത് 20, 25 മിനിറ്റ് വരെയൊക്കെ നീണ്ടു പോകാറുണ്ട്. പക്ഷേ ഇതൊരു 7 മിനിറ്റ് മാക്സിമം, അതിനുള്ളിൽ ഈ പരിപാടി തീർന്നു. 1500 ആൾക്കാരാണ് ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ സുംബ സെഷൻ അങ്ങനെ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് ഓൾറെഡി അത് പറയുകയും കൂടെ ചെയ്തു. കാരണം ഈ ഷോർട്ട് ടൈമിൽ അവർക്ക് തീർക്കാൻ പറ്റിയതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം. നമ്മൾ നല്ല സമയത്തിൻ്റെ ഷോർട്ടേജിലാണ്. അങ്ങനെ ആ പരിപാടി സുംബ അതേ നോക്കി എല്ലാ ആൾക്കാരും നല്ല ഏറ്റെടുത്ത് ചെയ്യുവാണ്. അങ്ങ് വരെ ആൾക്കാർ നിൽപ്പുണ്ട്. അങ്ങനെ സുംബയുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നപ്പോൾ തന്നെ ഞാൻ അടുത്ത പരിപാടി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരിറങ്ങിയ ഉടനെ സ്റ്റേജിൽ കയറാനായിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ട് നിൽക്കണം. അങ്ങനെ നമ്മുടെ സുംബ കഴിഞ്ഞു, ഞാൻ പതിയെ സ്റ്റേജിലേക്ക് കയറി. ഹലോ, വാം അപ്പ് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നെങ്കിൽ ഈ കൈയടി പോരാ. നമ്മുടെ ഈ ട്രിവാൻഡ്രം ഹെറിറ്റേജ് റണ്ണിലേക്ക് മുത്തൂറ്റ് ഫിൻകോർ ട്രിവാൻഡ്രം ഹെറിറ്റേജ് റണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I-10 റണ്ണേഴ്സ് ക്ലബിന്റെ പേരിൽ നമുക്ക് ഫ്ലാഗ് ഓഫ് പോയിന്റിൽ കാണാം. താങ്ക് യു. അതിനുശേഷം നമ്മുടെ ഫ്ലാഗ് ഓഫ് ആണ്. റേസ് ഡയറക്ടർ ഡോക്ടർ വീണ ബാബു, ക്ലബിന്റെ സെക്രട്ടറി കൂടിയാണ്. അതോടൊപ്പം ഹരികൃഷ്ണൻ CB, ഓപ്പറേഷൻസ് ഡയറക്ടർ. ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിന് വേണ്ടി ഞാൻ മൈക്ക് റേസ് ഡയറക്ടറുടെ കൈമാറും. നല്ലൊരു കൈയ്യടി കൊടുത്തേ. നല്ലൊരു മികച്ച റണ്ണിംഗ് അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. മുത്തൂറ്റാണ് ഏറ്റവും മികച്ച ഓട്ടക്കാരനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ കൃത്യമായി റോഡ് നിയമങ്ങൾ പാലിക്കുക. ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. ഇതിന്റെ ഓർഗനൈസേഴ്സിന്റെ പേരിൽ I-10 റണ്ണേഴ്സ് ക്ലബിന്റെ പേരിൽ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരത്തിന്റെ മണ്ണിലൂടെ കായിക സംസ്കാരത്തെ കൊണ്ടുവരിക എന്ന ലക്ഷ്യമായി I-10 റണ്ണേഴ്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അങ്ങനെ റണ്ണിൻ്റെ ഫ്ലാഗ് ഓഫ് കഴിയാൻ പോവുകയാണ്. ആൾക്കാരെല്ലാം പോയി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഫിനിഷിംഗ് ലൈനിലാണ്. ആൾക്കാർ ഫിനിഷ് ചെയ്യുന്ന സമയമാണ്. കായിക താരങ്ങൾക്ക് ഫിസിയോതെറാപ്പി സപ്പോർട്ടുമായി ഫസ്റ്റ് റണ്ണറെ, ലീഡ് റണ്ണറെ, അയൺമാൻ, നമ്മുടെ I-10 റണ്ണേഴ്സ് ക്ലബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട 6 അടുത്ത 2 റണ്ണേഴ്സ് ഹെറിറ്റേജ് റണ്ണിന്റെ ലീഡ് റണ്ണേഴ്സ് കാറ്റഗറികൾ ഓപ്പൺ കാറ്റഗറി ദീപു 90 കിലോമീറ്റർ അൾട്രാ റൺ വരെ പൂർത്തിയാക്കിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർഗനൈസ്ഡ് ബൈ I-10 ക്ലബ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദുർഘടമായ റേസ് റൂട്ടിലൂടെ ഒരു ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ച നമ്മുടെ I-10 റണ്ണേഴ്സ് ക്ലബ്
കൈപിടിച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക്. കോഴ്സ് വളരെ മികച്ചതായിരുന്നു തെളിയിക്കുന്നതാണ്. അടുത്ത റണ്ണറും ഫിനിഷിംഗ് ലൈനിലേക്ക് ടച്ച് ചെയ്യുന്നു. നമ്മുടെ മെഡൽ ടീമൊക്കെ വളരെ ആക്റ്റീവായി നിൽക്കുന്നു. അടുത്ത റണ്ണറും ഫിനിഷിലേക്കാണ്. ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുന്ന ഓരോ സമയത്ത് ഫിനിഷ് ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യും. സംസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലൂടെ 1000-ലധികം കേരള കായിക ചരിത്രത്തിന് തന്നെ മികച്ച സംഭാവനകൾ നൽകാൻ വരും വർഷങ്ങൾ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി ഈ റണ്ണിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മുത്തൂറ്റ് ഫിൻകോർ ട്രിവാൻഡ്രം ഹെറിറ്റേജ് ചാമ്പ്യൻ എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. രേഷ്മയാണ് കടന്നു വരുന്ന ഫസ്റ്റ് റണ്ണറെ. നമുക്ക് ആവേശത്തോടു കൂടി നമുക്ക് വിമൻസ് കാറ്റഗറിയിലെ വിന്നറെ ആദ്യ റണ്ണറെ ഇതാ കടന്നു വരുന്നത്. നല്ല കൈഡി കൊടുക്കാം. നല്ലൊരു കൈഡി കാറ്റഗറിയിലെ ആദ്യ റണ്ണർ രേഷ്മയ്ക്ക് റണ്ണിങ് ഫിനിഷ് ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഫിസിയോ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ 10 കിലോമീറ്റർ റണ്ണിൽ പങ്കെടുത്ത് ഫിനിഷ് ചെയ്ത എല്ലാ നല്ല റിവ്യൂ ഇൻസ്റ്റാഗ്രാം പേജുകളെ നിങ്ങൾ ടാഗ് ചെയ്യുക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്യുക. ഏറ്റവും വലിയ മാരത്തോണായി മാറിക്കൊണ്ടാണ് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരള തലസ്ഥാന നഗരിയായ ട്രിവാൻഡ്രത്തിലെ ചരിത്രമുറങ്ങുന്ന ഭൂമിക്ക് പൊന്മുടിയുടെ ടോപ്പ് സ്റ്റേഷനിൽ അവസാനിക്കുന്ന റൺ ഏകദേശം എല്ലാ വിധത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. 1 hour പെൻസിൽ ഒരിക്കൽ കൂടി ഈ റണ്ണിൽ പങ്കെടുത്ത് ഇതിനൊരു വൻ വിജയമാക്കി മാറ്റി. അങ്ങനെ റണ്ണേഴ്സൊക്കെ ഏകദേശം ഫിനിഷായി കഴിഞ്ഞതിന് ശേഷം ക്യൂ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ടീമാണ് നമ്മുടെ ഫിറ്റ്നസ് പാർട്ട്ണർ. ക്യൂ ഫിറ്റിൻ്റെ മെമ്പേഴ്സ് വന്നിട്ട് റണ്ണ് ഫിനിഷ് ചെയ്തവർക്കുള്ള റണ്ണിന് ശേഷമുള്ള സ്ട്രെച്ചിങ് സെഷൻ കൈകാര്യം ചെയ്യുവാണ്. ക്യൂ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ക്ലബ്ബാണ്. അവരുടെ മെമ്പേഴ്സ് നമ്മുടെ ഫിറ്റ്നസ് പാർട്ട്ണറാണ് ഇവൻറ്റിൽ. അവരുടെ മെമ്പേഴ്സ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ സംഭവങ്ങളെല്ലാം കൈകാര്യം ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മ്യൂസിക് ഉണ്ട്. അതാണ് ഞാൻ മ്യൂസിക് എല്ലാം ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ട്രോഫി എല്ലാം കൊടുക്കാനുള്ള വിജയികൾക്ക് കൊടുക്കാനുള്ള നല്ല കിടിലൻ ട്രോഫികൾ നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മലപ്പുറത്തു നിന്ന് എവിടുന്നോ ചെയ്യിച്ചതാണ്. വളരെ നല്ല പ്രൈസിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള ട്രോഫികൾ, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നല്ല തേക്കും തടിയിലാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ട്രോഫികളാണ്. ജയിക്കുന്ന ആൾക്കാരുടെ ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു ട്രോഫി കിട്ടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ പതിയെ ക്രൗഡിലേക്ക് ഇറങ്ങി അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കും. തിരുവനന്തപുരത്ത് ഇത്രയും നല്ലൊരു റണ്ണ് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. റൂട്ട് എന്ന് പറയുന്നത് വളരെ സൂപ്പർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതേണക്ക് PB ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണ്. നല്ല ചെറിയ 1-2 സ്ഥലത്തിൽ എലിവേഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ റൂട്ടായിരുന്നു. വളരെ എൻജോയ് ചെയ്ത് ഓടി. കൂടെ ഉള്ളവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ SOK എന്നുള്ളവരും എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് തന്നെ ഓടിയത്. ഓക്കെ, താങ്ക് യു ഐട്ടൺ. ഇനിയും വരും ഞങ്ങൾ ഇത് അങ്ങോട്ട് മുന്നോട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകണം. സൂപ്പർ ഫസ്റ്റ് എഡിഷൻ പൊളിച്ചു. താങ്ക് യു. അടുത്ത ഒരാളെ വീണ ബാബു, അതോടൊപ്പം ഓപ്പറേഷൻസ് ഡയറക്ടർ ആയിട്ടുള്ള ഹരികൃഷ്ണൻ. അതോടൊപ്പം നമുക്കറിയാം ഒരു മാരത്തോണിന്റെ വിജയം പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ പോലും ഇത്ര വലിയൊരു മാരത്തോൺ ട്രിവാൻഡ്രം പോലുള്ള ഒരു സിറ്റിയിൽ ഇത്ര ഭംഗിയായി സംഘടിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു റണ്ണർ ഇവിടെ വന്ന് ഓടി തിരിച്ചു പോകണമെങ്കിൽ ഞാനൊരു കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരാൾ ഓടിപ്പോകാൻ നമുക്കൊരു 2000 രൂപ എക്സ്പെൻസ് ആണ്. ഒരു ക്ലബിനും അത് അങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കില്ല. നല്ലൊരു മികച്ച വിഷണറി ആയിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ടൈറ്റിൽ സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇവന്റിനെ വിജയത്തിലെത്തിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ടൈറ്റിൽ സ്പോൺസർ നമുക്കുണ്ട്. അതാണ് നമ്മുടെ വിജയം, അതാണ് ഈ ഇവന്റിന്റെ വിജയം. അത് മറ്റാരുമല്ല, മുത്തൂറ്റ് ഫിൻകോർപ്പ് CEO ഏറ്റവും പ്രിയപ്പെട്ട ഷാജി വർഗീസ് സാറിനെ
ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. Thank you virtually across the country as well. Okay, so that's what it is. So looking forward to the next year. We have committed to I-10. We will support. Thank you everybody. Thank you for showing up. Thank you. പോലുള്ള ആൾക്കാർ സാർ തീർച്ചയായിട്ടും നമ്മളോട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു മാരത്തോണായി ട്രിവാൻഡ്രം ഹെറിറ്റേജ് റൺ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ലൊരു ഗൈഡ് കൊടുത്തേ സാറിന്, ശക്തമായിട്ടുള്ള ഒരു ഗൈഡ്. അടുത്തതായി വളരെ ഹാപ്പിയാണ്. ഞാൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് വിജയൻ സാറ്. വേറൊന്നുമല്ല, ലൈഫിൽ അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ ഒരു വലിയ മോട്ടിവേഷൻ ആണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അദ്ദേഹം കടന്നു വന്ന കനൽ വഴികളിൽ നിന്ന് ജീവിതത്തിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നു വന്നിട്ടുള്ള ആളാണ് വിജയൻ സാർ. അപ്പൊ എന്തായാലും സാറിനോടൊപ്പം ഒരു സ്റ്റേജിൽ ആങ്കർ ചെയ്യാനോട് എനിക്ക് പറ്റിയത് എന്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പി വിജയൻ IPS സാറിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. Most respected former State Police Chief Shri Anil Kant, my colleague Ajita Begum IPS, Shaji Varghese, Dr. Shankar Ram, Priya Suhൃത്തുക്കളെ, first of all congratulations to all of you. ഞാനും കഴിഞ്ഞ ഇന്നലെ ഒരു മാരത്തോൺ ഓർഗനൈസ് ചെയ്ത് ജസ്റ്റ് ഒരു 2-3 hours മുമ്പ് അവസാനിപ്പിച്ചിരിക്കുക. അർജുൻ ആയെങ്കിൽ ഓടിക്കലായിരുന്നു പണി. അപ്പോൾ ഇന്നലെ രാത്രി 2 മണിക്ക് അത് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്തു. ബാക്കി മാത്രമല്ല ഒരു 55 അതരത്തിലുള്ള ഗുണ്ടകളെയും കൂടി ഓടിച്ച് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്ന ഇപ്പോൾ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനിൽ ഖാൻ സാർ IPS ആണ്. ഇപ്പൊ വിജയൻ സാർ ഓൾറെഡി ഇവിടെ പറഞ്ഞു, അനിൽ ഖാൻ സാർ റണ്ണ് സ്റ്റാർട്ട് ചെയ്താൽ എപ്പോഴാണ് നിർത്തുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഡെയിലി നമ്മൾ ഈ നിൽക്കുന്ന സ്റ്റേഡിയത്തിൽ വന്ന് 40 റൗണ്ട് റൺ ചെയ്യുന്നുണ്ടോ ആരാണ് നമ്മുടെ സാറ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ സാറിന്. അപ്പൊ ഞങ്ങളെ റണ്ണേഴ്സിന് തന്നെ വലിയ അഭിമാനമാണ് സാറിനെ നമ്മുടെ സ്റ്റേജിൽ കിട്ടിയതിന്. Good morning to all of you. I'm very happy to be here this morning with all of you. I don't think you require any words of motivation since you have already experienced the joy of running. So that is what പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ ലഹരിക്കെതിരെ നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഇതിനോടൊപ്പം ഉണ്ട്. അതോടൊപ്പം നമ്മുടെ അടുത്ത സംസാരിക്കാൻ പോകുന്ന ഗസ്റ്റ് ഇന്നിവിടെ 10 കിലോമീറ്റർ ഫിനിഷ് ചെയ്ത ഗസ്റ്റും കൂടാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ആയിട്ടുള്ള അജിത ബീഗം IPS ആണ്. മേഡം ധാരാളം ഇവന്റ്സിൽ റൺ ചെയ്യാറുണ്ട്. നമ്മുടെ സാറ് പറഞ്ഞ ഒരു അയൺ മാൻ കൂടെ ആണെന്നാണ് സാറ് മുമ്പ് സൂചിപ്പിച്ചത്. അതുപോലെ അജിത ബീഗം മേഡം ആണ്. മേഡം 2 വാക്ക് സംസാരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ തൂഫാൻ പ്ലഡ്ജ് ചെയ്യാൻ I try and put that effort, but when I see him, that level of consistency, it should come. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ this also should become a habit. Only then it is going to produce such kind of an impact and result within us and also outside us. So that's the beauty of running. So with that small message, I'll get into the Tufan pledge. I request all of you to repeat after me. പറഞ്ഞിരിക്കുന്നു. അവരാരും സംസാരിക്കുന്നില്ല. കാര്യം നിങ്ങൾ ഇത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യുവാണ്. അതിന് അവർക്ക് ഒരു കൈയടി കൊടുക്കും. ശരിയല്ലേ? കൈയടിക്കണ്ടേ? ഈ കൈയടി പക്ഷെ പോകാൻ ഉഷാറായിട്ട് കൊടുക്കണം. ഓക്കെ, നമ്മള് മെമെന്റോ ടീം റെഡി അല്ലേ? നമുക്ക് ആദ്യം ഓപ്പൺ കാറ്റഗറി, അതായത് 18 years to 39 yearsലെ മെൻ പുരുഷന്മാരുടെ കാറ്റഗറിയിലെ വിന്നേഴ്സിനെ തേർഡിൽ നിന്ന് നമുക്ക് ഫസ്റ്റിലേക്ക് നമുക്ക് വിളിക്കാം. തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 1112. ടൈം ഈസ് 40 minutes 50 seconds. സമ്മാനം നൽകുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ADGP സാറാണ് സമ്മാനം നൽകുന്നത്. തേർഡ് പ്രൈസ് ആണ്. 40 minutes ആണ് ടൈം. കരൺ സിംഗ് ഈസ് ഫ്രം ഡൽഹി. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്ന കരൺ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്. അത് ഡൽഹിക്കാരനാണ്. കേരളത്തിൽ തന്നെ പല ഇവൻറ്റുകളിൽ ഓടി റണ്ണിങ്ങിൽ പ്രൈസ് മേടിക്കുന്ന ഒരാളാണ് കരൺ. ഇനി ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പൊസിഷനിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന വ്യക്തി അത് മറ്റാരുമല്ല, ചെസ് നമ്പർ 10997 മിസ്റ്റർ മനോജ് ആരസ്. അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളിലും റണ്ണിങ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന രീതിയിൽ ധാരാളം ആൾക്കാർക്ക് ഒരു മോട്ടിവേഷനായി മാറിയ മിസ്റ്റർ മനോജിന്റെ സമയം 34 മിനിറ്റും 22 സെക്കൻഡും. മനോജിനെ പോലെയുള്ള മികച്ച കായിക താരങ്ങൾ മുത്തൂറ്റ്, ഫിൻകോർ,
ട്രിവാൻഡ്രം ഹെറിറ്റേജ് റണ്ണിനെ മറ്റൊരു ലെവലിലാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ സംശയം. കൊല്ലത്തിന്റെ മെമ്പറാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ മാരത്തോണുകളിൽ പങ്കെടുത്ത് വരുന്നുണ്ട്. DBM ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഉണ്ട് ഗ്രീൻ ഫീൽഡ് റണ്ണേഴ്സ് ട്രിവാൻഡ്രത്തിന്റെ മെമ്പറാണ്. 52.14 സെക്കൻഡ്. 60th ബർത്ത്ഡേ എങ്ങനെയാ സാറേ സെലിബ്രേറ്റ് ചെയ്ത്? 60 കിലോമീറ്റർ ഓടിയിട്ടാ അല്ലേ? അതെ, ചെറുപ്പക്കാരനാണ്. 60 വയസ്സായിട്ടേ ഉള്ളൂ. 60 കിലോമീറ്റർ ഓടിയാണ് 60 കിലോമീറ്റർ ബർത്ത്ഡേ ആഘോഷിച്ചത്. സോൾസ് ഓഫ് കൊല്ലം എന്ന് പറയുന്ന റണ്ണിംഗ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ്. കൺഗ്രാജുലേഷൻ. കാറ്റഗറിയിലെ വിന്നർ ബെസ്റ്റ് ടൈം 42 കിലോമീറ്ററിൽ 3 മണിക്കൂറും 43 സെക്കൻഡുമാണ് കേട്ടോ. റിട്ടയർമെന്റ് ആയി കൊച്ചിൻ ഷിപ്പ്യാർഡ് പോർട്ടസിൽ നിന്നാണ് റിട്ടയർമെന്റ് കഴിഞ്ഞ് കോഴിക്കോടുള്ള വീട്ടിലേക്ക് ഓടിപ്പോയി 168 കിലോമീറ്റർ. ഇതിൽ കൂടുതൽ ഞാൻ വല്ലതും പറയണോ? 168 കിലോമീറ്റർ ഓടിയാണ് വീട്ടിലോട്ട് പോയത്. നല്ല ഷേട്ടാ, ഉഷാറല്ലേ? ഓക്കെ, അടിപൊളി. നമ്മുടെ ഗൈസ്, ലേഡീസിൻ്റെ 60+ കാറ്റഗറിയിലുള്ള ഒരു ലേഡിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. 64 വയസ്സാണ് അവർക്കുള്ളത്. അവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നമുക്ക് അതിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോകുന്നതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ആകുന്നതുകൊണ്ട് ആ വീഡിയോ റിമൂവ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ 64 വയസ്സുള്ള ഒരാൾ 10 കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രൈസിലേക്ക് പോകാം. 40 മുതൽ 49 വയസ്സ് വരെയുള്ള കാറ്റഗറിയിലെ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അജയ് 41 സെക്കൻഡ് കൊണ്ടാണ് ഈ റണ്ണ് കംപ്ലീറ്റ് ചെയ്തത്. ദീപുവിന് വളരെ സ്നേഹത്തോടു കൂടിയുള്ള ആശംസകൾ അറിയിക്കുന്നു. ഇവിടെ കയറി വന്നപ്പോൾ ദീപുവിന് സല്യൂട്ട് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ. കാരണം എല്ലാം അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ്. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട സാറിനെ ക്ഷണിക്കുകയാണ്. പോലീസുകാരുടെ ആഗ്രഹമാണ് സാറിന്റെ ഒരു സമ്മാനം മേടിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ വിശിഷ്ടാതിഥികൾ ചേർന്ന് എല്ലാവരോടും ചേർന്ന് ആളാണെന്ന് അരുൺ ആശംസകൾ അറിയിക്കുകയാണ്. ഏതായാലും ബാംഗ്ലൂരിൽ നിന്ന് ലീവ് എടുത്ത് വന്ന് വെറുതെ ആയില്ല. നമ്മുടെ ഓട്ടക്കാരുടെ എല്ലാം ഒരു റോൾ മോഡലാണ്. സാറിന് ഇവിടെ എത്തിയതിനും ഈ ഇവന്റിനെ വിജയമാക്കിയതിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രൊമോറോണിന് വന്നപ്പോ എന്നെ ഓടി വഴിതെറ്റിച്ച് വിട്ടു. പ്രാവശ്യം ഫസ്റ്റ് കിട്ടാൻ വേണ്ടി ഓടി, ഞാൻ പുള്ളിയുടെ പുറകെ ഓടി. നൗഷാദ് ഭായിക്ക് എല്ലാവിധ ആശംസകളും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 6 ടൈം 6 കോണ്ടിനെന്റ് അയൺമാൻ ഫിനിഷർ ഏറ്റവും പ്രിയപ്പെട്ട സാം ചാണ്ടി അശോകൻ എയ്ക്ക് നമ്മുടെ പാരിതോഷികം നൽകുന്നു. നമ്മുടെ വളരെ മനോഹരമായ ഒരു മെമെന്റോ, അതോടൊപ്പം നമ്മുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറുമാണ് നൽകുന്നത്. എല്ലാവിധ ആശംസകളും. അരുണ ചേച്ചി അവിടെ നിന്ന് കൈയടിക്കുന്നുണ്ട്. സിനി തോമസിന് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. 1 മണിക്കൂർ 8 മിനിറ്റ് കൊണ്ട് ബട്ടൺ ഹിൽ NSS യൂണിറ്റ് നമ്പർ 120. ഇനി അടുത്ത ടീമിനെ വിളിക്കുമ്പോൾ ഒരു കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച ഈ ഇവന്റില് ഉള്ള സമ്മാനം നൽകാൻ പോവാണ്. ഇപ്പൊ കണ്ടോണം കയ്യടി വരുന്നത്. ദാറ്റ് ഈസ് ഗോസ് ടു സോൾസ് ഓഫ് കൊല്ലം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ റണ്ണിൽ പങ്കെടുത്തത്. ഞങ്ങളുടെ ഇവന്റിൽ 60 പേര് വന്നു. അടുത്ത വർഷം 100 പേരെ കൊണ്ട് വരണം കേട്ടോ വിജയ സാറേ. 100 പേരെ അടുത്ത വർഷം കൊണ്ടുവരും. ഇപ്പൊ ഒരു നല്ല കയ്യടി കൊടുത്തരും. കൊണ്ടുവന്നില്ല അടുത്ത വർഷം നമുക്ക് പിടിക്കാം. അടുത്തതായിട്ട് സിംഗിൾ പേഴ്സൺ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ കൊണ്ടുവന്ന ഒരാൾക്കുള്ള അപ്രീസിയേഷനാണ്. അത് വേറെ ആരുമല്ല, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ റണ്ണിങ്ങിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോസ് ചെയ്യുന്ന മിസ്റ്റർ റാൾഫ്, റൺ വിത്ത് റാൾഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്. അദ്ദേഹം ഏകദേശം ഒറ്റയ്ക്ക് 70ഓളം രജിസ്ട്രേഷൻസ് കൊണ്ടുവന്നു. ഗ്രീൻ ഫീൽഡ് റണ്ണേഴ്സ് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള പുതിയൊരു റണ്ണിങ് ക്ലബ്ബിലെ മെമ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു മെമെൻറ്റോ നൽകി അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുവാണ്. അദ്ദേഹം നല്ല എഫേർട്ട് എടുത്ത് കാണും 70ഓളം ആൾക്കാരെ ഈ ഇവൻറ്റിൽ കൊണ്ടുവരണമെങ്കിൽ. അദ്ദേഹത്തിന് എന്തായാലും നന്ദി പറയാതെ അല്ലെങ്കിൽ ഒരു മെമെൻറ്റോ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ശരിയാവില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഒരു മെമെൻറ്റോ നൽകുന്നു. അങ്ങനെ ഗ്രീൻഫീൽഡ് റണ്ണേഴ്സ് വന്ന് എൻ്റെ മെമ്പർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രൈസ് മേടിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിലുള്ള എല്ലാ ആൾക്കാരെയും കൂടെ വിളിച്ച് അവർ ഗ്രൂപ്പായിട്ട് ആ സ്റ്റേജിൽ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഇവന്റ് അവസാനിക്കുവാണ്. ഇതിവിടെ തീരുന്നില്ല, ഇതൊരു പുതിയ തുടക്കമാണ്. ഈ റണ്ണിൽ പങ്കെടുത്ത ഇതിനെ വിജയമാക്കി മാറ്റിയ ഓട്ടക്കാരെ മാത്രമല്ല, ഇതിനെ ഒരു ചെറിയ രീതിയിലെങ്കിലും സഹായിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും I10 റണ്ണേഴ്സ് ക്ലബിന്റെ പേരിലും ട്രിവാൻഡ്രം ഹെറിറ്റേജ് റണ്ണിന്റെ പേരിലും ടൈറ്റിൽ സ്പോൺസറായ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതോടുകൂടി ഈ ഇവന്റ് വൈൻഡപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്റെ പേര് ബിനീഷ് തോമസ്. ഞാൻ സൈനിങ് ഓഫ്. താങ്ക് യു. അപ്പോൾ ഗൈസ്, അങ്ങനെ ഇവന്റ് അവസാനിച്ചു. ഇതാണ് ഓർഗനൈസിംഗ് ടീം I10 റണ്ണേഴ്സ് ക്ലബ് ട്രിവാൻഡ്രം. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.